ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ പൗലോസിനെക്കുറിച്ചും ബർന്നബാസിനെക്കുറിച്ചും പഠിക്കുകയായിരുന്നല്ലോ. പൗലോസും ബർന്നബാസും അവരുടെ ഒന്നാം മിഷനറി യാത്ര തീർത്തിട്ട് അവർ തിരിച്ച് അന്തോക്യയിൽ വന്നു. അവിടെ കുറച്ച് നാൾ പാർത്തു. അതിനുശേഷം പൗലോസ് ബർന്നബാസിനോട് പറഞ്ഞു, നാം വചനം പ്രസംഗിച്ച നമ്മൾ രക്ഷിക്കപ്പെട്ട സഹോദരന്മാരുടെ അടുക്കേക്ക് വീണ്ടും നമുക്ക് പോകാം. സഹോദരന്മാരെക്കുറിച്ചുള്ള 22 നമുക്ക് ചിന്തിക്കുമ്പോൾ സഹോദരന്മാരെക്കുറിച്ചുള്ള കരുതൽ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അവർ സഭ അവിടെ ഉണ്ടായെന്ന് മാത്രമല്ല, അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചുള്ള കരുതൽ പൗലോസിന് ബർന്നബാസിനും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 21 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. 22ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സഹോദരന്മാരെക്കുറിച്ചുള്ള കരുതൽ. അങ്ങനെ പോകുവാനായിട്ട് അവർ തീരുമാനിച്ചു. എന്നാൽ ബർന്നബാസ് പറഞ്ഞു, നമുക്ക് മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അത് പൗലോസ് സമ്മതിക്കുന്നില്ല. പൗലോസ് പറഞ്ഞു, പഫുല്യയിൽ വെച്ച് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയ മർക്കോസിനെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ രണ്ടായിട്ട് ഉഗ്രവാദമുണ്ടായി. അവർ തമ്മിൽ വേർപിരിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വേർപിരിപ്പ് അധികം നാൾ നീണ്ടു നിന്നില്ല എന്നുള്ളത് പിൻകാല ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് മർക്കോസിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ എനിക്ക് വളരെ പ്രയോജനമുള്ളവനാണ്, അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പൗലോസ് മർക്കോസിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് ജയിലിൽ കിടന്നപ്പോൾ വീണ്ടും പൗലോസിനെ കരുതി അങ്ങനെ മർക്കോസിനെ വളരെ പ്രിയമുള്ളവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ബർന്നബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് കുപ്രോസ് ദ്വീപിലേക്ക് പോയി. എന്നാൽ പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്തു. അവർ സഹോദരന്മാരാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ട് സുറിയ കിലിക്യ ദേശങ്ങൾ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അവൾ ലുസ്ത്രയിൽ ചെന്നപ്പോൾ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി നമുക്ക് 1 തിമോത്തിയോസിൽ കാണാനായിട്ട് 2 തിമോത്തിയോസിൽ അത് കാണാനായിട്ട് സാധിക്കും. ഈ തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ വിശ്വാസം നിർവ്യാജ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആ തിമോത്തിയോസിന് ഈ നിർവ്യാജ വിശ്വാസമുള്ളത് എങ്ങനെ അവന് ആ നിർവ്യാജ വിശ്വാസം കിട്ടി എന്നുള്ളതും നമുക്ക് 2 തിമോത്തിയോസിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ കാണാനായിട്ട് സാധിക്കുന്ന ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോബീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെ ഉള്ള നല്ല വിശ്വാസവീരനായ തിമോത്തിയോസിനെ അവൻ്റെ അപ്പൻ ഒരു യവനനായിരുന്നു, അമ്മ യഹൂദ സ്ത്രീയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു തിമോത്തിയോസിനെയും കൂട്ടിയാണ് അവർ പിന്നീട് പോകുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ പട്ടണം തോറും എരുസലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർണയങ്ങളെല്ലാം മറ്റുള്ളവരെ അറിയിക്കുകയും അങ്ങനെ അവർ സഭതോറും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ ആശയിൽ ചെന്നു. എന്നാൽ അവിടെ നമുക്ക് ആശയിൽ ചെന്നപ്പോൾ അവിടെ സുവിശേഷം പറയേണ്ട എന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയുകയും ഇവിടെ നമുക്ക് പൗലോസ് ആത്മാവിനെ അനുസരിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന 23ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന പൗലോസ്. നാം നമ്മുടെ ജീവിതത്തിൽ ദിവസം പ്രതിയുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാണോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലാണോ നമ്മൾ ജീവിക്കുന്നത്? നാം രക്ഷിക്കപ്പെട്ട സമയം നമ്മൾക്ക് ആദ്യദാനമായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു ഉള്ളതറിയാം. നമ്മൾ 1 കൊരിന്ത്യർ പറയുന്നുണ്ട്, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കാണുന്നത് 1 കൊരിന്ത്യരിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും, 2 കൊരിന്ത്യരിലും അത് കാണാനായിട്ട് സാധിക്കും. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവരായിട്ട്
ജീവിക്കണമെന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണോ നമ്മുടെ ജീവിതം? പരിശുദ്ധാത്മാവ് പറയുന്നതിൻ്റെ അനുസരിച്ചാണോ നാം ജീവിക്കുന്നത് എന്നുള്ളത് നമ്മെ തന്നെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് പൗലോസിനെ കുറിച്ച് കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വെച്ച് രാത്രിയിൽ ദർശനമുണ്ടായി പൗലോസിന്. ആ ദർശനത്തിൽ പൗലോസ് രാത്രിയിൽ മക്കതോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. മക്കതോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാൻ തന്നോട് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം തങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കതോനിക്ക് പുറപ്പെടുവാൻ നിന്നു. യേശുവിൻ്റെ ആത്മാവിൻ്റെ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന പൗലോസിനെയും ബർന്നബാസിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 24-ാമതായിട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് മുൻപോട്ട് പോയതിൻ്റെ ഫലം അവർക്ക് അവിടെ വെച്ച് ഉണ്ടാകുന്നതായി കാണുന്നു. ആ പട്ടണത്തിൽ അവർ കർത്താവിൻ്റെ വചനം ചില ദിവസം പാർത്ത് തന്നെ അവിടെ വസിച്ച് തന്നെ കർത്താവിൻ്റെ വചനം പറയുന്നു. അങ്ങനെ അവർ അവിടെ വസിക്കുന്ന കാലത്ത് സബത്ത് നാളിൽ അവർ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുകയും അവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അവിടെ തിയത്തര പട്ടണക്കാരിയും രക്താപരം വിൽക്കുന്നവളുമായ ലുദി എന്ന പേരുള്ള ദൈവഭക്തിയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയം കർത്താവിന് തുറന്നു കൊടുത്തു. അവളും കുടുംബവും സ്നാനമേറ്റു. അവർ അങ്ങനെ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് നാം പോകുന്നതെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഫലവും നമ്മൾക്ക് കിട്ടും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 24-ാമതായിട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പോകുന്ന പൗലോസിന് അതിൻ്റെ ഫലം കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. തുതിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവൾ പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. അതിനുശേഷം വീണ്ടും അവർ കർത്താവിൻ്റെ വചനം പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെളിച്ചപ്പാടത്തെയായ സ്ത്രീ വന്നിട്ട് അവരുടെ പിന്നാലെ നടന്ന് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർക്ക് ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പൗലോസ് അവൾ പല നാളിത് ചെയ്തുകൊണ്ട് അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂതം അവളെ വിട്ടുപോയി. 25-ാമതായിട്ട് നമുക്ക് കാണുന്ന ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കുന്ന പൗലോസ്. ദൈവത്തിൻ്റെ ശക്തിയാൽ ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ ഫലമായിട്ട് വീണ്ടും നമുക്കിപ്പോൾ 26-ാമതായിട്ട് നാം കാണുമ്പോൾ കഷ്ടത അനുഭവിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവളുടെ യജമാനന്മാർ ലാഭം പോയി എന്ന് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവരെ ക്രോസ് ചെയ്യുന്നതായിട്ടും വീണ്ടും അവരെ അടിക്കുന്നതായിട്ടും വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പിച്ചു. അതിനുശേഷം അവരെ തടവിൽ കാരാഗ്രഹത്തിലാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് വലിയ കാര്യമെന്ന് ചിന്തിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ പൗലോസിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിലാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം ഓരോ സ്റ്റെപ്പ് വയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സഹോദരന്മാരെ കരുതുന്നവരായിരിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ
പരിശുദ്ധാത്മാവിനാൽ നാം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഫലം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കാത്തവരായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം ഇഷ്ടപ്രകാരം ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.